ആദ്യം നമുക്ക് റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആഡമിനെ കുറിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ചിന്തിച്ചു ആഡമിനെ കുറിച്ച്, ഇപ്രാവശ്യവും ആദ്യം ചിന്തിക്കാൻ പോകുന്നത് ആഡമിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 5:12 അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ തുടക്കം ആഡമിൽ നിന്നാണ്. ആഡം, ആ ഏക മനുഷ്യനെന്ന് പറയുന്നത് ആഡമിനെ കുറിച്ചാണ് പറയുന്നത്. ആ ആഡം പാപം ചെയ്തുവെന്നും ആ പാപത്താൽ മരണം ലോകത്തിൽ കടന്നുവെന്നും അങ്ങനെ എല്ലാവരും പാപം ചെയ്തത് കൊണ്ട് എല്ലാ മനുഷ്യരിലും മരണം പരന്നു എന്നുമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ബുക്കിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആഡം വഴി പാപവും പാപം വഴി മരണവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ മരണം ഫിസിക്കൽ ഡെത്ത് അല്ല, ഇത് സ്പിരിച്വൽ ഡെത്താണ്, അതൊരു സിംബോളിക്കായിട്ടുള്ള കാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. സോ അത് ഇന്നൊന്നുകൂടെ ഓർക്കുക എന്ന് മാത്രം. അടുത്ത 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാപം ചെയ്യാത്തവരിലും ഈ മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു എന്നാണ്. അപ്പോൾ ചില വ്യക്തികൾ പാപം ചെയ്യാതെ ജീവിച്ചിരുന്നു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാപം അവരെ സ്പർശിച്ചിരുന്നില്ല എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആ മനുഷ്യരിലും മരണമുണ്ടായിരുന്നു എന്നുള്ളത് 14-ാം വാക്യം പറയുന്നു. ഓക്കെ, ഇതൊക്കെ കീ പോയിൻ്റാണ്. നിങ്ങളിതൊക്കെ ഹൃദയത്തിൽ കുറിച്ചിടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കോറിലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആശയം പിടികിട്ടും. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, ആഡം, ഏകനാൽ ആഡമിൻ്റെ പാപം നിമിത്തം മരണം, അത് സകല മനുഷ്യരിലും വന്നു. എങ്ങനെ? സകലരും പാപികളായതുകൊണ്ട്. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, പാപം ചെയ്തില്ല അല്ലെങ്കിൽ പാപം ചെയ്യുന്നില്ല എന്നുള്ള വ്യക്തികളിൽ പോലും ഈ മരണം ആഡം മുതൽ മോശ വരെ വാണിരുന്നു എന്നുള്ളതാണ്. ഈ മോശ വരെ എന്ന് പറയാൻ കാരണം, മോശ വന്നതിന് ശേഷമാണ് ന്യായപ്രമാണം വന്നത്, കൽപ്പനകൾ വന്നത്. അപ്പോൾ കൽപ്പനകൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ സകല ജഡവും പാപത്തിനാൽ അടയ്ക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ന്യായപ്രമാണം എടുത്തു വെച്ച് ഏത് മനുഷ്യരെയും ശോധന ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യരെല്ലാവരും പാപികളായിത്തീരും. അപ്പോൾ അതുകൊണ്ട് മോശയ്ക്ക് ശേഷം പാപികളില്ല എന്ന് പറയാൻ പറ്റില്ല. ന്യായപ്രമാണ സംബന്ധമായി സകലരും പാപികളാണ്. പക്ഷേ ഈ ന്യായപ്രമാണം വരുന്നതിന് മുന്നേ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാം ഞാൻ പാപിയല്ല എന്നുള്ളത്. പക്ഷെ ആ വ്യക്തികളിലും മരണം വാണിരുന്നു എന്നുള്ളതാണ് 14-ാമത്തെ വാക്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ പൊരുൾ, ആഡം മുതൽ മോശ വരെയും മോശയുടെ ന്യായപ്രമാണം വഴിയും സകല മനുഷ്യരിലേക്കും ഈ മരണം വന്നിരുന്നു. സിംബോളിക്കായിട്ടുള്ള മരണം അല്ലെങ്കിൽ ആത്മീക മരണം വ്യാപരിച്ചിരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് റോമാലേഖനം 6-ാം അധ്യായം 10-ാം വാക്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. ജീസസ് മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അപ്പോൾ ആഡം മരിച്ചതും പാപസംബന്ധമായാണ്, മറ്റുള്ള വ്യക്തികളും മരിച്ചത് പാപസംബന്ധമായാണ്. ഇവിടെ ജീസസ് ക്രൈസ്റ്റ് മരിച്ചതും പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചുവെന്ന്. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, ഇപ്പോൾ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ജീസസിനകത്ത് കോറിലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് മരണത്തിൻ്റെ അവസ്ഥയും, രണ്ട് ജീവൻ്റെ അവസ്ഥയും. ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ടാണ് എന്നുള്ളതാണ് ഈ വാക്യം എടുത്തു കാണിക്കുന്ന ഒന്ന്. നോക്കിയേ, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, സെമിക്കോളൻ ഇട്ടിട്ട്. ഒന്ന് മരിച്ചിരിക്കുന്ന അവസ്ഥ, രണ്ട് ജീവനോടുകൂടി ഇരിക്കുന്ന അവസ്ഥ. മരിച്ചിരിക്കുന്ന അവസ്ഥ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. അത് ഒരിക്കലായിട്ടാണ് മരിച്ചത്, ഇടയ്ക്കിടയ്ക്ക് മരണമില്ല, ഒരൊറ്റ മരണമേ ഉള്ളൂ. അത് അങ്ങനെയാണ്. ആഡവും ഒരിക്കൽ മരിച്ചു, തിന്നുന്ന നാളിൽ നീ മരിക്കും, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, ഒരിക്കലായിട്ട് മരിച്ചു. യേശു ഇപ്പോൾ പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു എന്ന് പറയും. അപ്പോൾ ആഡമിൻ്റെ കാര്യവും നമ്മൾ കണ്ടു, ജീസസിൻ്റെ കാര്യവും കണ്ടു. മരണമെന്ന് പറയുന്നത് സിംബോളിക്കാണ്, ആത്മീകമാണെന്നും നമ്മൾ കണ്ടു. ഇത് നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കും. ഞാനിപ്പോൾ തൽക്കാലം ഈ 2 പോയിൻ്റ് ഇവിടെ വിടുകയാണ്. ഇനി നമ്മൾ അടുത്ത് വരാൻ പോകുന്നത് ഗലാത്യർ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പൗലൂസിനെ കുറിച്ചാണ്.
അപ്പോൾ നമ്മൾ 3 വ്യക്തികളെക്കുറിച്ച് കണ്ടു. ആഡമിനെ കുറിച്ച് കണ്ടു, ജീസസിനെ കുറിച്ച് കണ്ടു. ഇനി നമ്മൾ കാണുന്നത് പൗലൂസിനെ കുറിച്ച്. പൗലൂസ് പറയുക, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പോൾ ജീസസിനെ കുറിച്ച് തൊട്ട് മുമ്പ് നമ്മൾ റോമാലേഖനം 6:10 കണ്ട അതേ കാര്യം തന്നെ പൗലൂസ് ഇപ്പോൾ പൗലൂസിനെ കുറിച്ച് പറയുക. അപ്പോൾ ജീസസ് അവിടെ എന്ത് പറയുന്നു? റോമാലേഖനത്തിനകത്ത് നമ്മൾ എന്ത് കണ്ടു? 6:10 പാപസംബന്ധമായി ഒരിക്കലായി ജീസസ് മരിച്ചു എന്ന് കണ്ടു, ദൈവത്തിന് ജീവിക്കുന്നു എന്നും കണ്ടു. ഇതേ കാര്യം ഇപ്പോൾ പൗലൂസ് തന്നെക്കുറിച്ച് പറയുന്നു. നോക്കിയേ, 19 വാക്യത്തിനകത്ത്, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഇതെഴുതുമ്പോൾ പൗലൂസ് മരിച്ചു കിടന്നിട്ട് മരണക്കിടക്കയിൽ കിടന്ന് എഴുതുന്നതാണോ? അല്ല. അപ്പോൾ ഇത് ഏത് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ ഈ മരണവും സിംബോളിക്കാണ്, ആത്മീയമാണ്, ഫിസിക്കൽ ഡെത്ത് അല്ല. അപ്പോൾ പൗലൂസും തൻ്റെ മരണം ന്യായപ്രമാണ സംബന്ധമായ ആത്മീക മരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 20 വാക്യത്തിൽ നോക്കിക്കേ, ഇനി അടുത്ത പൗലൂസ് റിലേറ്റ് ചെയ്യുകയാണ്, 2 കാര്യങ്ങളെ തമ്മിൽ റിലേറ്റ് ചെയ്യുകയാണ്. എന്താ 20 പറയുന്നത്? ഞാൻ എന്ന് പറയുന്ന പൗലൂസാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലത്രേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരാം, ഈ ആത്മീക മരണമെന്ന് പറയുന്നത് ആത്മാവിന് മരണമുണ്ടോ? ആത്മാവിനൊരിക്കലും മരണമില്ല. അപ്പോൾ ഈ ആത്മീക മരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവിൽ ശരീരത്തിനെയും മനസ്സിനെയും പ്രവർത്തിപ്പിക്കേണ്ട തലം, ഇത് ഒരു സൈഡ്. ഇനി മറ്റൊരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെയും മനസ്സിനെയും ഡൂസ് ആൻഡ് ഡോൺസ് ചെയ്യാതെ വണ്ണം മരിപ്പിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആത്മാവിലെ മരണം എന്ന് പറയുമ്പോൾ ആത്മാവ് ഒരിക്കലും മരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ക്ലീനായിട്ട് ശ്രദ്ധിച്ചേ. ആഡമിനെ കുറിച്ച് പറയുന്നതും ജീസസിനെ കുറിച്ച് പറയുന്നതും ഇപ്പോൾ പോള് പറയുന്നതും പൗലൂസ് പറയുന്നതും ന്യായപ്രമാണത്തെ മുൻനിർത്തിയാണ്, ഡൂസ് ആൻഡ് ഡോൺസിനെ മുൻനിർത്തിയാണ്, നന്മയും തിന്മയുടെയും അറിവിനെ മുൻനിർത്തിയാണ്. അപ്പോൾ നന്മയും തിന്മയുമാണ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണം അനുഷ്ഠിക്കാതെ, അതായത് നന്മയും തിന്മയും നോക്കി ജീവിക്കാതെ, കൽപ്പനകൾ നോക്കി ജീവിക്കാതെ, ആ കൽപ്പനകൾക്ക് ന്യായപ്രമാണത്തിനകത്ത് നന്മയ്ക്കും തിന്മയ്ക്കും ജഡവും മനസ്സും മരിച്ചിരിക്കുന്ന അവസ്ഥ. ആ മരണം അവിടെ സ്ഥിരീകരിച്ചിട്ട് ഇപ്പുറത്ത് ആത്മാവിൽ എനേബിളായി ആത്മാവ് കൊണ്ട് ജീവിക്കുന്ന അവസ്ഥ. ഇതാണ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചും പൗലൂസിനെ കുറിച്ചും ഇപ്പോൾ പറയുന്നത്. ആഡമിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു എന്നുള്ളത് സത്യമാണ്, ഇപ്പുറത്തെ സൈഡും ഡെഡായി കിടക്കുകയാണ്. ആത്മാവിൽ ജീവിക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് ആഡം പ്രാക്ടീസ് ചെയ്തില്ല. ജീവൻ്റെ വൃക്ഷഫലം കഴിച്ച് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ആഡം പ്രാക്ടീസ് ചെയ്തില്ല. അപ്പോൾ ആഡം 2 സൈഡും ചത്തിരിക്കുക. പക്ഷെ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചും പൗലൂസിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, നന്മതിന്മയുടെ ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ അത് സംബന്ധമായി അത് നിവർത്തിക്കാതെ വണ്ണം ജഡശരീരവും മനസ്സും മരിച്ചിരിക്കുന്ന അവസ്ഥ. മറിച്ച് ഇപ്പുറത്ത് ആത്മാവിൻ്റെ പുതുക്കത്തിൽ ദൈവത്തിന് ജീവിക്കുന്നത് ആക്റ്റീവാണ്. അപ്പോൾ രണ്ടും സൈമൾട്ടേനിയസ് ആണ് ജീസസിലും പൗലൂസിലും. ഇനി അടുത്ത് ചിന്തിക്കേണ്ടത് നമ്മെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ 3 വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു, ആഡമിനെ കുറിച്ച് പറഞ്ഞു, ജീസസിനെ കുറിച്ച് പറഞ്ഞു, പൗലൂസിനെ കുറിച്ച് പറഞ്ഞു. ഇവരുടെ 3 പേരുടെയും ലൈഫിനകത്ത് വന്ന മരണത്തെക്കുറിച്ചും ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മെക്കുറിച്ചാണ്. റോമാലേഖനം 6:2 നമുക്ക് ആദ്യം നിന്ന് വായിക്കാം. റോമർ 6:2 പറഞ്ഞിരിക്കുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം. പാപസംബന്ധമായി മരിച്ചവരായ നാം. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അവസ്ഥയും പാപസംബന്ധമായി നമ്മൾ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആഡമിൻ്റെ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി ഇപ്പുറത്തെ സൈഡ് ആക്ടിവേറ്റ് ആക്കാനുണ്ട്. അപ്പോൾ ആഡമിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതായത് ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ ആ ഒരു കാര്യം നമ്മൾ ചെറുപ്പത്തിലെ മുതൽ നമ്മുടെ മതവും നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ സമൂഹവും ഒക്കെ ഡൂസ് ആൻഡ് ഡോൺസ്, നന്മയും തിന്മയുടെയും അറിവ് നമുക്ക് നൽകിയത് കൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തിനകത്താണ് ജീവിച്ചു വന്നത്. സോ അങ്ങനെ പാപം ചെയ്ത നമ്മൾ
മരണാവസ്ഥയിലാണ്, ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്, ആത്മാവിൽ ജീവിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്ന എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. അടുത്ത അവസ്ഥയോട് നോക്കാം. അടുത്ത് നമ്മൾ 6:11 വരുവാണ്. 6:11 വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുക, നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന് ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പോൾ ഇവിടെ ഒരു മരണത്തോട് ഏകീഭവിച്ചു. ആ മരണം ഫിസിക്കലല്ല, സ്പിരിച്വലാണ്, അതായത് സിംബോളിക്കാണ്. അതുകൊണ്ട് ഏകീഭവിച്ചു. ഇനി അടുത്ത് മറ്റൊന്നിനെ കൂടെ നമ്മൾ അറിയുകയും അതിനോട് ഏകീഭവിക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. ഏതിനോട്? പാപസംബന്ധമായി മരിച്ചവർ. ഇനി അടുത്ത സാധനം എന്താ? അറിയേണ്ടതെന്താ? അറിഞ്ഞിട്ട് അതനുസരിച്ച് ജീവിക്കേണ്ടതെന്താ? ക്രിസ്തേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നമ്മൾ തന്നെ എണ്ണണം. ഇത് ആക്റ്റീവായെങ്കിൽ മാത്രമേ നമുക്ക് ഈ സൈഡിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ജീസസ് ക്രൈസ്റ്റ് ജീവിക്കുന്നത് പോലെ, പൗലൂസ് ജീവിക്കുന്നത് പോലെ ദൈവത്തിന് ജീവിക്കണമെങ്കിൽ, ആത്മാവിൽ ജീവിക്കണമെങ്കിൽ നമ്മളും അത്തരത്തിലായി എന്നുള്ള ആ ഏകോപനം, ആ ഒരു ഒന്നസ്സും നമ്മിൽ ആക്റ്റീവായി എന്ന് നമ്മൾ തിരിച്ചറിയണം. 2 കൊരിന്ത്യർ 5-ാം 14-ാമത്തെയും 15-ാമത്തെയും വാക്യം ഞാനൊന്ന് വായിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള പൗലൂസിൻ്റെ പരാമർശങ്ങളിലെല്ലാം ജീസസ് ക്രൈസ്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് പൗലൂസ് സംസാരിക്കുന്നത്. എന്താ സംസാരിക്കുന്നത്? ഇപ്പോൾ ആഡം മരിച്ചതുപോലെ ജീസസ് ക്രൈസ്റ്റും പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. ആ മരണം ഫിസിക്കൽ ഡെത്ത് അല്ല, സ്പിരിച്വൽ ഡെത്താണ്, അല്ലെങ്കിൽ സിംബോളിക്കാണ്. അതിൽ നമ്മെയും ഏകോപിപ്പിച്ചു, നമ്മളും മരിച്ചവരായി. അതുകൊണ്ട് എന്താ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്? എന്താ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, ആരാ? ജീസസ് ക്രൈസ്റ്റ് മരിച്ചിരിക്കെ ആ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചു, എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട, ഇനിയാണ് കീനായിട്ടുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഒന്നുകൂടി ഇത് ശ്രദ്ധിച്ചോ. ന്യായപ്രമാണം പറയുന്ന ആഡം മരിക്കാൻ കാരണമായ നന്മയുടെയും തിന്മയുടെയും അറിവ്, അതേ കാര്യമാണ് മോശ വഴി കൊണ്ടുവന്നിരിക്കുന്ന ന്യായപ്രമാണം, ഡൂസ് ആൻഡ് ഡോൺസ്. ഈ ന്യായപ്രമാണ സംബന്ധമായി ജീസസ് ക്രൈസ്റ്റ് മരിച്ചിരിക്കുക. ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ മരണത്തോട് നമ്മളും ഏകീഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ വീണ്ടും ന്യായപ്രമാണ സംബന്ധമായി നമ്മളെ തന്നെ മരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചു എങ്കിൽ ആ മരണത്തിൽ നമ്മുടെ ജഡശരീരവും നമ്മുടെ മനസ്സും അതിന് നിവർത്തിക്കാതെ, ന്യായപ്രമാണം പറയുന്ന കാര്യങ്ങളെ നിവർത്തിക്കാതെ, അങ്ങോട്ട് നോക്കാൻ പോലും മെനക്കെടേണ്ട ആവശ്യമില്ലാതെ നമ്മൾ അതിന് മരിച്ചവരായിട്ടിരിക്കുക. ഇതേ കാര്യം തന്നെ ഒരു വാക്യത്തിൽ കൂടെ നമ്മൾ പറയാം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 4-6 നമുക്ക് നോക്കാം. 4 നോക്കിക്കേ. റോമർ 7:4 പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പം നോക്കിയേ, അപ്പം നമ്മളും ദൈവത്തിന് ഫലം കായ്ക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി നമ്മളും മരിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ മരണവും ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ മരണവും ഇവിടെ പറയുന്നത് സിംബോളിക്കാണ്, അല്ലെങ്കിൽ ആത്മീയമാണ്. ഇത് എന്തിനാണ് മരിച്ചിരിക്കുന്നത്? ന്യായപ്രമാണം നിവർത്തിക്കാതെ വണ്ണം, അല്ലെങ്കിൽ ന്യായപ്രമാണം പറയുന്ന കാര്യം ചെയ്ത് പ്രവർത്തിച്ച്
നിവർത്തിക്കാൻ ഉരുമ്പെടാതെ വണ്ണം അതിന് നമ്മൾ മരിച്ചവരായിട്ടിരിക്കുക. അപ്പോൾ ഇനി ന്യായപ്രമാണത്തിൽ നമ്മൾ മരിച്ചിരിക്കുന്നുണ്ട്. ജീസസ് അതേ കാര്യം ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, അതിൻ്റെ പിന്നാലെ പൗലൂസ് നിൽപ്പുണ്ട്, അതിൻ്റെ പിന്നാലെ നമ്മൾ നിൽപ്പുണ്ട്. അപ്പോൾ ന്യായപ്രമാണ സംബന്ധമായി ഡൂസ് ആൻഡ് ഡോൺസ് കൽപ്പനകൾ ഇനി നിവർത്തിക്കേണ്ട ആവശ്യമില്ല. അത് ജീസസും അതിന് മരിച്ചു, പൗലൂസും അതിന് മരിച്ചു, ഇപ്പം നമ്മളും അതിന് മരിച്ചു. പക്ഷെ യഹൂദമതം പറയുന്നത് എന്താ? കൽപ്പനകൾ പ്രമാണിച്ചില്ലെങ്കിൽ നിന്നെ കല്ലെറിയും, നിന്നെ കുരിശിലേറ്റും, നിന്നെ നരകത്തിൽ കൊണ്ടിടും എന്നൊക്കെ യഹൂദമത പ്രമാണം പറയുമ്പം ജീസസ് ക്രൈസ്റ്റ് കയ്യും കെട്ടി നിന്നിട്ട് പറയുക, ഞാൻ അതിനെന്നേ മരിച്ചു, ഞാൻ ഇനി അത് നിവർത്തിക്കാൻ പോകുന്നില്ല, ചെയ്യാൻ പോകുന്നില്ല. ഐ ഡെഡ് ടു ന്യായപ്രമാണം. പൗലൂസും തൊട്ട് പിന്നാലെ വന്ന് കൈകെട്ടി എന്ന് പറയുക, എൻ്റെ ബാല്യകാലം മുതലേ ഞാൻ അത് അനുഷ്ഠിച്ച് പ്രവർത്തിച്ച് വരുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ അത് ചപ്പും ചവറുമെന്നെണ്ണുന്നു, ഞാനും ഇപ്പോൾ ന്യായപ്രമാണത്തിന് മരിച്ചവനായിരിക്കുക, ഞാനിനി അത് അനുവർത്തിക്കാനും പോകുന്നില്ല, ചെയ്യാനും പോകുന്നില്ല, ഞാൻ ചത്തു. അപ്പം നമ്മളെന്താ ഇപ്പോൾ പറയുക, നമ്മുടെ ക്രിസ്തീയ മതം നമ്മൾ ഇതുവരെയും പഠിപ്പിച്ചത് 10 കൽപ്പനകൾ എല്ലാ ആഴ്ചയും ഉരുവിട്ടിട്ട് പറയും, നീയും പാപിയാടാ, പാപ സ്വീകാര പ്രാർത്ഥന പറയടാ, എല്ലാ ആഴ്ചയും നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പം നമ്മളിപ്പോൾ പറയാൻ പോവുക ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതുപോലെ, പൗലൂസ് പറഞ്ഞതുപോലെ, അച്ഛൻ്റെ മുമ്പിലും ബിഷപ്പിൻ്റെ മുമ്പിലും പോപ്പിൻ്റെ മുമ്പിലും ചെന്ന് തല ഉയർത്തി നിന്ന് നെഞ്ച് വിരിച്ച് എന്ന് പറയാൻ പോവുക, ന്യായപ്രമാണത്തിന് ഞാൻ മരിച്ചിരിക്കുക, ഇനി ന്യായപ്രമാണം ഞാൻ ചെയ്യാനും പോകുന്നില്ല, അത് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. ഐ ഡെഡ് ടു ലോ. ഇതാണ് ജീസസിൻ്റെ മരണവും എൻ്റെ മരണവും. തീർന്നില്ല, കഥ തീർന്നില്ല, ഇനി നമ്മൾ താഴോട്ട് വരുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രമേ ഇനി നമുക്ക് താഴോട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലതയോടുകൂടെ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മെക്കുറിച്ചുള്ളൊരു പിക്ചർ നമുക്കിപ്പോൾ ക്ലിയറായി. നമ്മളും കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുവാൻ തക്കവണ്ണം കൽപ്പനകളെ നമ്മൾ പാലിക്കാതിരിക്കാൻ വണ്ണം, അല്ലെങ്കിൽ അത് ചെയ്ത് നിവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മളും കൽപ്പനകൾക്ക് മരിച്ചവരായിട്ടിരിക്കുക. ഫൈൻ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ഒന്ന് ആ സെൻറ്റൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ, നല്ലവണ്ണം അതിനൊന്ന് കീനായിട്ട് ശ്രദ്ധിച്ചേ. അതിനകത്ത് വലിയൊരു മർമ്മമുണ്ട്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ഈ ജഡം എന്ന് പറയുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. നന്മ തിന്മ അറിഞ്ഞ് അതിനെ നിവർത്തിക്കാനും വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ് ജഡം, ശരീരം, മനസ്സും കൂടെ ചേർന്നത്. ആത്മാവില്ലാത്തതിനെ ജഡം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൽപ്പനകൾ പാലിക്കാനായിട്ട് നമ്മൾ നോക്കുന്നത് ആത്മാവിനെ എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തിയിട്ട് മൈൻഡ് കൊണ്ടും ബോഡി കൊണ്ടുമാണ് നമ്മൾ ഈ പ്രമാണങ്ങളെ, കൽപ്പനകളെ അനുസരിക്കാനായിട്ട് നോക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ജഡത്തെ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അതായത് ചുരുക്കി പറഞ്ഞാൽ ന്യായപ്രമാണത്തെ നിവർത്തിക്കാനായിട്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ വീണ്ടും 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 നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കും. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ലെവലിലുള്ള കാര്യത്തെ അങ്ങ് വിട്ടേക്ക്. വൺസ് നിങ്ങൾ മരിച്ചു. യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്താ? വൺസ്, ഒരിക്കലായിട്ട് അവൻ മരിച്ചു. നമ്മളും ഒരിക്കലായിട്ട് മരിച്ചാൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് മരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരിക്കലായി നമ്മൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവരെന്ന് നമുക്കൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അത് ചെയ്ത് നിവർത്തിക്കാനോ വീണ്ടും അത് ഓർത്തോർത്ത് ജീവിക്കാനോ മെനക്കെടേണ്ട ആവശ്യമില്ല. അങ്ങനെ മുതിരുന്നുവെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മരണത്തിലേ ഇരിക്കത്തുള്ളൂ, ജീവനിലേക്ക് കടക്കത്തില്ല. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താ? ആത്മാവിനാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ, ഇവിടെയാണ് കാതലായ കാര്യം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ മരണം അല്ലെങ്കിൽ യേശുവിൽ സംഭവിച്ച മരണം എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് ഈ വാക്യത്തിനകത്തുള്ളത്. അപ്പോൾ യേശുവിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ് കൊണ്ട് ന്യായപ്രമാണം പറയുന്ന കാര്യങ്ങളെ നിവർത്തിക്കാനായി എൻ്റെ ജഡശരീരം ഇടുന്ന എഫേർട്ട്, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ഈ കൽപ്പനകൾ നിവർത്തിക്കാനായി ഇടുന്ന ആ എഫേർട്ടിനെ, ആ പ്രവൃത്തിയെ ആത്മാവിൽ നിന്നുകൊണ്ട് ഇതിനെ മരിപ്പിക്കണം. എടാ വേണ്ടടാ, പ്രവർത്തിക്കേണ്ടടാ, നീ ആ ന്യായപ്രമാണം പറയുന്ന കാര്യങ്ങളെ അനുഷ്ഠിച്ച് പ്രവർത്തിച്ച് നിവർത്തിക്കാനായിട്ട് പോകണ്ടടാ, ആ പ്രവൃത്തികളെ ആത്മാവിൽ നിന്നുകൊണ്ട് മരിപ്പിക്കണം. ഇതാണ് യേശുവിൻ്റെ ക്രൂശീകരണം. ഒന്നുകൂടെ യേശുവിൻ്റെ ക്രൂശീകരണം എന്താ?
യേശു തൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് തൻ്റെ ജഡശരീരവും മനസ്സും മോശ പറയുന്ന, മതം പറയുന്ന കൽപ്പനകളെ അനുഷ്ഠിച്ച് നിവർത്തിക്കാനായുള്ള ശ്രമത്തെ മരിപ്പിച്ച് അതിനെ നള്ളിഫൈ ചെയ്ത് അതിനെ ഡെഡാക്കി വെക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ക്രൂശുമരണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ പ്രോസസ്സിൽ മരിച്ചവരാണെങ്കിൽ മാത്രമേ ആത്മാവിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവിൽ ജീവിക്കുന്ന പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഉയർപ്പ്. റിസറക്ഷൻ അവിടെയാണ്. സോ ശരീരത്തിൽ, ജഡത്തിൽ, മനസ്സിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ, ന്യായപ്രമാണം നിവർത്തിക്കാനായിട്ടുള്ള ജഡത്തിൻ്റെ പ്രവർത്തനങ്ങളെ മരിപ്പിച്ചിട്ട് ആത്മാവിൽ ജീവിക്കുന്ന തലത്തിൽ നിങ്ങൾ ജീവിച്ച് തുടങ്ങുന്നതിനെയാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ട്രൈ ചെയ്യുന്നൊരു ഗ്യാപ്പുണ്ട്. ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് കിടത്തുകയും ആത്മാവിൽ ജീവിക്കാനായിട്ടുള്ള പരിശീലനം നടത്തുന്ന ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പാണ് അടക്കം എന്ന് പറയുന്നത്. കല്ലറയിലിരിക്കുന്ന അവസ്ഥ ഇതാണ്. ഒരു ബട്ടർഫ്ലൈ ഒരു 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 പുഴുവിൽ നിന്ന് ബട്ടർഫ്ലൈയിലേക്കുള്ള പരിണാമത്തിനകത്ത് ആ പ്യൂപ്പയിലിരിക്കുന്ന അവസ്ഥ, ഇതാണ് അടക്കം എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് കല്ലറയ്ക്കകത്തുള്ള ജീവിതം എന്ന് പറയുന്നത്. സോ യേശുവിൻ്റെ മരണത്തോടും യേശുവിൻ്റെ അടക്കത്തോടും യേശുവിൻ്റെ ഉയർപ്പിനോടും താതാത്മ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ സംബന്ധമായി നമ്മുടെ അവയവങ്ങളെ, പ്രവൃത്തികളെ മരിപ്പിച്ചിട്ട് ആത്മാവിൽ നമ്മൾ ജീവിക്കുവാനായിട്ടുള്ള സജ്ജീകരണത്തിനെ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു അടക്കത്തിനകത്തിരുന്നൊരു രൂപാന്തരീകരണം വന്ന് ആത്മാവിൽ തന്നെ പ്രവർത്തിക്കുന്ന തലത്തെ നമ്മൾ ആക്ടിവേറ്റഡ് ആകുന്ന, അതാണ് ഉയർപ്പ്. ജീസസ് ക്രൈസ്റ്റ് ചെയ്ത ഒരു കാര്യം കൂടെയുണ്ട്. അദ്ദേഹം ഈ ഡെഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ, ഡൂസ് ആൻഡ് ഡോൺസ് അല്ലെങ്കിൽ ന്യായപ്രമാണം നിവർത്തിക്കാതെ ഡെഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഇതേ കാര്യത്തെ പരിശീലിപ്പിക്കാനായി ഒരു കൂട്ടം ജനങ്ങളെ സജ്ജമാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡ് സ്റ്റേറ്റിൽ അദ്ദേഹം പരിശ്രമിച്ചു. അതിനെയാണ് അദ്ദേഹത്തിൻ്റെ പാതാള ശുശ്രൂഷ എന്ന് പറയുന്നത്. 1 പത്രോസ് 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ഒരു കൂട്ടം ജനങ്ങൾ യേശുവിൻ്റെ ഡിസൈപ്പിൾഷിപ്പിനകത്തേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച ഒരു ചെറിയ സമൂഹം ജനങ്ങൾ, അവരും ഇതേ സ്റ്റേറ്റിനകത്തേക്ക് മാറും. എങ്ങനെ മാറി? മരിച്ചവരായി മാറി. ജഡസംബന്ധമായി, ന്യായപ്രമാണ സംബന്ധമായി, പാപസംബന്ധമായി മരിച്ചവരായി. അങ്ങനെ മരിച്ചു എന്ന് ലേബൽ ചെയ്ത, ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സമൂഹം ഗലീലയിലും ബഥാനിയയിലും അങ്ങനെയുള്ള പ്രാന്തപ്രദേശത്തിൽ കിടന്ന ആ ജനങ്ങളോട് അവിടെ പോയി ജീസസ് ക്രൈസ്റ്റ് സംസാരിക്കുവാണ്. അവരെ ജീവനിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ ജഡസംബന്ധമായി അവരെ മരിച്ചവരാക്കുകയും ആത്മാവ് സംബന്ധമായി അവരെ ജീവനുള്ളവരാക്കുകയും ചെയ്യുന്നൊരു ശുശ്രൂഷ ജീസസ് ആ ഡെഡ് സ്റ്റേറ്റിൽ ഇരുന്നപ്പോൾ തന്നെ ജീസസ് അവരെയും കൂടി ഇതിന് സജ്ജമാക്കി. അതാണ് ജീസസിൻ്റെ 3.5 വർഷത്തെ അല്ലെങ്കിൽ 3 ദിവസം എന്ന് സിംബോളിക്കായിട്ട് പറയുന്ന 3.5 വർഷത്തെ പാതാള ശുശ്രൂഷ. അപ്പോൾ പാതാളം എന്ന് പറയുന്നത് ആ ജെറുസലേം ദേവാലയം ഇരിക്കുന്ന മലയുടെ മുകളിൽ നിന്ന് താഴ്ത്തട്ടിലേക്ക് ഇറങ്ങുന്ന, അതാണ് പാതാളം എന്നുള്ള സിംബോളിക്. ആ ജെറുസലേം ദേവാലയം ഇരിക്കുന്നതാണ് സ്വർഗതുല്യമായ ദൈവത്തിൻ്റെ ഷക്കീന വസിക്കുന്ന, ദൈവത്തിൻ്റെ പ്രസൻസ് ഇറങ്ങി നിൽക്കുന്ന ആ സ്ഥലമാണ് ജെറുസലേം ദേവാലയം. അതാണ് സ്വർഗതുല്യമായി അവർ കണക്കാക്കിയിരുന്നത്. കാരണം ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആ പ്രസൻസ് ഇല്ലാതെ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട, നരകതുല്യമായി ജീവിക്കുന്ന, ബഥാനിയിലും നസ്രയത്തിലും ഒക്കെ ജീവിക്കുന്ന വ്യക്തികളുടെ അടുക്കിലേക്ക് ജീസസ് ഇറങ്ങിച്ചെന്നതിനെയാണ് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നത്. അങ്ങനെ പാതാളത്തിൽ നരകതുല്യമായി ജീവിക്കുന്ന, ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട, സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്ന ജനങ്ങളെ ആത്മാവിൽ ജീവിക്കാനായിട്ട് കൂടെ ഈ കാലഘട്ടത്തിൽ ജീസസ് സജ്ജമാക്കി. ഒരു വാക്യം കൂടെ വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-9. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നും വരുന്നില്ലയോ? ഈ ഭൂമിയുടെ അധോഭാഗങ്ങളെന്ന് പറയുന്നത്
ആ ജെറുസലേം ദേവാലയം ഇരിക്കുന്ന ആ മലയുടെ ആ ഉയരത്തിൽ നിന്ന്, അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നടക്കുന്നുവെന്ന് പറയുന്നത്. പക്ഷേ ആ ഏരിയയിൽ നിന്ന് ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട, അതാണ് ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങി. അവിടെ നിന്ന് ബദ്ധന്മാരെ ആ സ്റ്റാറ്റസിലേക്ക്, ശരിക്കും ഇവർ ആ സ്റ്റാറ്റസിൽ ജീവിക്കുന്നെന്ന് പറയുന്നതേ ഉള്ളൂ, ജീവിക്കുന്നില്ല. പക്ഷേ ദൈവതുല്യമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നതിന് ഈ ബദ്ധന്മാരെ എല്ലാം പിടിച്ച് ജീസസ് ജീവിക്കുന്ന നിലവാരത്തിലേക്ക് കയറ്റി എന്നാണ് പറയുന്നത്. സോ അങ്ങനെ അവരെ ആ നിലവാരത്തിലാക്കി വെച്ചിട്ടാണ് പിന്നെ താഴോട്ട് 11 മുതൽ താഴോട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആ സ്റ്റേറ്റിൽ അവരെ ജീവിക്കാൻ, അവരെ എനേബിളാക്കി എടുക്കാൻ, ആത്മാവിൽ ജീവിക്കാൻ അവരെ എനേബിളാക്കി എടുക്കുവാൻ തക്കവണ്ണം ചില ശുശ്രൂഷകരെ അവരുടെ കർത്താവ് നിയമിക്കുക. പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ, ഇടയന്മാരെയൊക്കെ അവിടെ നിയമിച്ച് അവരെ ആ തരത്തിൽ ജീവിക്കാൻ, ജീസസ് ജീവിക്കുന്ന ആ റിലത്തിൽ ജീവിക്കാൻ, ആത്മാവിൻ്റെ നിലവാരത്തിൽ ജീവിക്കാൻ അവരെ സജ്ജമാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ താഴോട്ട് എഴുതുന്നത്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സുവിശേഷങ്ങളിൽ, ആ ജീസസിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവൻ ആ പാതാളത്തിലേക്ക് ഇറങ്ങി ഉയർത്തപ്പോൾ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മരിച്ചവരെ തിരിച്ചു കിട്ടിയെന്ന് പറയുന്നത് ഫിസിക്കൽ ഡെത്തിൽ നിന്ന് ഫിസിക്കൽ റിലത്തിനകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നല്ല, പാപത്തിന് മരിച്ചവരായി കിടന്ന ചിലരെ പാപത്തിൽ നിന്ന് ആത്മാവിൽ ജീവിക്കുന്ന ജീവനിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ സിംബോളിക്കാണ്. അപ്പോൾ ജീസസ് റിസറക്ഷനിലേക്ക് വന്നപ്പോൾ, ആത്മാവിൻ്റെ റിലത്തിലേക്ക് വന്നപ്പോൾ, ജീസസ് ജീവിക്കുന്ന അതേ നിലവാരത്തിൽ ജീവിക്കുന്ന ചിലരെ കൂടെ കയറ്റിക്കൊണ്ടുവന്നു എന്നാണ്. അവിടെ സ്ത്രീകളെന്ന് എഴുതിയിരിക്കുന്നതും സിംബോളിക്കാണ്. അത് ശരിക്കുമുള്ള സ്ത്രീകളല്ല, ആ സ്ത്രീകളും സിംബോളിക്കാണ്. അത് നമ്മുടെ ഗോസ്പൽ ഓഫ് മനോജ് എന്ന് പറയുന്ന ബുക്ക് വായിക്കുമ്പം സ്ത്രീ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീസസിൻ്റെ മരണം എന്ന് പറയുന്നതും അടക്കമെന്ന് പറയുന്നതും ഉയർപ്പെന്ന് പറയുന്നതും സ്പിരിച്വൽ റലത്തിനകത്താണ്, ഫിസിക്കൽ റലത്തിലല്ല. ഇതേ കാര്യത്തിലേക്കാണ് ജീസസും പൗലൂസും നമ്മെയും ക്ഷണിക്കുന്നത്. ഫിസിക്കൽ റലത്തിലുള്ള ഡെത്തിനെക്കുറിച്ചല്ല, ആത്മീയ നിലവാരത്തിലുള്ള ഡെത്തിനെക്കുറിച്ചും ആത്മീയ നിലവാരത്തിലുള്ള അടക്കത്തെക്കുറിച്ചും ആത്മീയ നിലവാരത്തിനകത്തുള്ള ഉയർപ്പിനെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാകുകയും നമ്മളും ആ ആത്മീയ നിലവാരത്തിൽ ജീവിക്കുന്ന റിലത്തിനകത്തേക്കുള്ള പരിവേഷം നമ്മിലും ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് ജീസസിൻ്റെ മരണവും അടക്കവും ഉയർപ്പിലേക്ക് നമ്മളും താതാത്മ്യം പ്രാപിക്കണമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നാളെ നിങ്ങൾ നോക്കിക്കോ, കുരിശിൻ്റെ വഴിയെന്ന് പറഞ്ഞ് റോഡിലൂടെ കുരിശും എടുത്തുകൊണ്ട് നടക്കാൻ ആൾക്കാർ റെഡിയായി പോകുന്നത് കാണാം. അതല്ല താതാത്മ്യം പ്രാപിക്കൽ. എത്ര വർഷം ഇപ്പോൾ എനിക്ക് 51 വയസ്സായി. ഈ 51 വയസ്സുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നത്, നിങ്ങൾ വിശ്വസിച്ചിരുന്നത് പോലെ തന്നെ യേശു കർത്താവിൻ്റെ ഫിസിക്കൽ ഡെത്തിനെക്കുറിച്ചും ഫിസിക്കൽ അടക്കത്തെക്കുറിച്ചും ഫിസിക്കൽ ഉയർപ്പിനെക്കുറിച്ചുമാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് ഈ ദിവസങ്ങളിൽ എനിക്ക് ഈ ഒരു റവലേഷൻ തന്നപ്പോൾ ഞാൻ ശരിക്കും ആത്മാവിൽ സന്തോഷിക്കുകയായിരുന്നു. പക്ഷേ ജഡത്തിൽ ഞാനും ഞെട്ടി. ഓക്കെ, ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് നിർത്തുവാണ്. 1 പത്രോസ് 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് ജഡത്തിലായിരുന്നോ ആത്മാവിലായിരുന്നോ? ആത്മാവിലായിരുന്നു. അപ്പോൾ ജഡം ഫിസിക്കലി മരിച്ചു എങ്കിൽ ഈ പറയുന്ന ഉയർപ്പ് സാധ്യമാകത്തില്ല. അപ്പോൾ ശരിക്കും ജഡത്തിലെ മരണം എന്ന് പറയുന്നത് സിംബോളിക് ആണെങ്കിൽ മാത്രമേ, സ്പിരിറ്റിലാണെങ്കിൽ മാത്രമേ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടാനും പറ്റത്തുള്ളൂ. അപ്പോൾ ജീസസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആ ജഡത്തിൽ ആ ന്യായപ്രമാണം നിവർത്തിക്കുന്ന റിലത്തിനെ മരപ്പിച്ച് നിർത്തിയിട്ട് ആത്മാവ് കൊണ്ട് അത് നിവർത്തിക്കുന്ന തലം അവനിൽ ആക്റ്റീവായതാണ് മരണവും ഉയർപ്പും. ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു മരണവുമില്ല, മറ്റൊരു ഉയർപ്പുമില്ല. ഇതെല്ലാം മനുഷ്യർക്കും സാധ്യമാണ്. ജീസസിൽ സാധ്യമായത് പൗലൂസിൽ സാധ്യമായി, ശിഷ്യന്മാരിൽ സാധ്യമായി. ഇന്ന് നമുക്കും ഇത് സാധ്യമായതുകൊണ്ടാണ് ഈ റിലത്തിനകത്ത് നമ്മൾ താതാത്മ്യം പ്രാപിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ജീസസിൻ്റെ ഫിസിക്കൽ ഡെത്ത് ആയിരുന്നുവെങ്കിൽ ജീസസിൻ്റെ ഫിസിക്കൽ ഡെത്തുമായിട്ട് നമുക്ക് ഒരു കാരണവശാലും താതാത്മ്യം പ്രാപിക്കാൻ പറ്റില്ല. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് ആത്മാവിലാണ്, ജഡത്തിൽ അല്ല.
അപ്പോൾ ആത്മാവിൽ ആ തരത്തിൽ ജീവിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ജഡത്തെയും നമ്മുടെ സോളിനെയും ആത്മാവിൻ്റെ നിലവാരത്തിൽ ജീവിപ്പിക്കാൻ പറ്റും. അതാണ് ആത്മാവിൻ്റെ പവർ. ആത്മാവിൻ്റെ കൾച്ചറിൽ ജീവിപ്പിക്കാൻ പറ്റും. പിന്നെ അപ്പൂപ്പൻ പറയുന്നത്, അമ്മൂമ്മ പറയുന്നത്, അച്ഛൻ പറയുന്നത്, ബിഷപ്പ് പറയുന്നതൊന്നും കേട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് പറയുന്നത് കേട്ട് ജീവിക്കാനായിട്ട് ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്താലും അത് കർത്താവിൻ്റെ അനുവാദത്തോടു കൂടെ ആയിരിക്കും. അവിടെ ഒരു നോ വരില്ല, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വരത്തില്ല. അവിടെ ഡോണ്ട് വരത്തില്ല, ഡോണ്ട് ഡു വരത്തില്ല. അവിടെ എപ്പോഴും സ്പിരിറ്റ് നമ്മളെ നയിക്കുന്നത് ഓൾവേസ് ഗുഡിലായിരിക്കും, ഓൾവേസ് ദൈവത്തിൻ്റെ ഹിതത്തിനകത്തായിരിക്കും. അവിടെ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. ആ ഒരു സ്റ്റേറ്റാണ് ഉയർപ്പിൻ്റെ ജീവിതം. നമ്മൾ പറയുന്നതും ജീവനായിരിക്കും, നമ്മൾ പ്രവർത്തിക്കുന്നതും ജീവനായിരിക്കും. മറ്റൊരു വ്യക്തി നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതം മ്ലേച്ഛമായി തോന്നുമായിരിക്കും. ജീസസിൻ്റെ ജീവിതം കണ്ടു നിന്നവർക്ക് മ്ലേച്ഛകരമായി അല്ലേ? യഹൂദ പ്രമാണികൾ പറഞ്ഞു, കണ്ടില്ലേ അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് പോലും, കണ്ട പാപികളോട് ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഇവനാണോ ദൈവപുത്രൻ? അവർക്ക് ഇത് മ്ലേച്ഛകരമായ ജീവിതമായി തോന്നാം. പക്ഷേ ദൈവത്തിൻ്റെ ഹിതത്തിൽ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവത്തിന് ഫലം കായ്ക്കുന്ന ജീവിതമെന്ന് പറയുന്നത് ആത്മാവ് നടത്തുന്ന, ആത്മാവ് നിയന്ത്രിക്കുന്ന ജീവിതമാണ്. അതാരെ മാത്രം ബോധിപ്പിച്ചാൽ മതി? കർത്താവിനെ മാത്രം ബോധിപ്പിച്ചാൽ മതി. മനുഷ്യനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല.